Hello, my dear students. Welcome back. Hope you all are fine at home. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമിയെ കുറിച്ച് പഠിച്ചു. ദ പ്രോബ്ലം ഓഫ് അലോക്കേഷൻ ഓർ വാട്ട് ടു പ്രൊഡ്യൂസ്, എഫിഷ്യന്റ് ഓർ ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ഓർ ഹൗ ടു പ്രൊഡ്യൂസ്, ആൻഡ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് ഓർ ഹൗ ടു ഡിസ്ട്രിബ്യൂട്ട് ഓർ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. അതുപോലെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് പഠിച്ചപ്പോൾ ഇക്കോണമിയിൽ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് സംഭവിക്കുന്നതായി കണ്ടു. ദാറ്റ് മീൻസ് ലോട്ട് ഓഫ് പ്രോബ്ലംസ് ഇൻ ആൻ ഇക്കോണമി. ഇക്കോണമി ഫേസ് ചെയ്യുന്ന ചില പ്രോബ്ലംസ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണ്. ഒരു എക്കോണമി പോവർട്ടി ഫേസ് ചെയ്യുന്നു എന്നിരിക്കട്ടെ, അവിടെ ഫുഡ് ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യണം. അൺഎംപ്ലോയ്മെന്റ് സോൾവ് ചെയ്യണമെങ്കിലോ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യണം. എല്ലാവർക്കും വിദ്യാഭ്യാസം സാധ്യമാകണമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. നിലവിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസം നടക്കുന്നു. അതിനുള്ള റിസോഴ്സസ് വേണം. ആരോഗ്യമേഖലയുടെ പ്രവർത്തനങ്ങൾ നടക്കണം. ഡോക്ടേഴ്സ്, നഴ്സസ് തുടങ്ങിയവരുടെ സേവനം ലഭ്യമാകണം. മെഡിസിൻസ്, സാനിറ്റൈസേഴ്സ്, മാസ്ക് തുടങ്ങിയ ക്രമീകരണങ്ങൾ ചെയ്യണം. ഈ പ്രശ്നങ്ങളെല്ലാം എങ്ങനെ സോൾവ് ചെയ്യും, ആര് സോൾവ് ചെയ്യും, നമുക്ക് നോക്കാം അല്ലേ. The organization of economic activities. ഓർഗനൈസേഷൻ ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രൊഡക്ഷൻ, പ്രൈസ് ഡിറ്റർമിനേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അല്ലെങ്കിൽ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഹും ടു പ്രൊഡ്യൂസ് എന്നീ ഇക്കണോമിക് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിനുള്ള നയങ്ങൾ രൂപീകരിക്കുക എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ സെൻട്രൽ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാം. ഓരോ ഇക്കണോമിക് സിസ്റ്റത്തിലും ഓരോ രീതിയിലാണ് സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. There are mainly 3 types of economic systems. പ്രധാനമായും 3 വിധത്തിലുള്ള സമ്പദ് വ്യവസ്ഥകളാണുള്ളത്. The centrally planned economy or socialism, the market economy or capitalism, and the mixed economy. ഈ 3 തരം സമ്പദ് വ്യവസ്ഥയിലും അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. അവ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി ഓർ സോഷ്യലിസ്റ്റ് ഇക്കോണമി. ഇൻ എ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി, ദ ഗവൺമെന്റ് ഓർ ദ സെൻട്രൽ അതോറിറ്റി പ്ലാൻസ് ഓൾ ദ ഇമ്പോർട്ടന്റ് ആക്ടിവിറ്റീസ് ഇൻ ദി ഇക്കോണമി. അതായത് വാട്ട് വിൽ ബി പ്രൊഡ്യൂസ്ഡ്, വാട്ട് വിൽ ബി ഇറ്റ്സ് പ്രൈസ്, ഹൗ ഇറ്റ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് തുടങ്ങിയ എല്ലാ അടിസ്ഥാന പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നത് ഗവൺമെന്റ് ആണ്. സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയുടെ പ്രത്യേകതകൾ എന്തെല്ലാം എന്ന് നോക്കാം. ആദ്യമായി സോഷ്യലിസത്തിൽ ഉടമസ്ഥാവകാശം അഥവാ ഓണർഷിപ്പ് ആർക്കാണെന്ന് നോക്കാം. ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആർ അണ്ടർ ദ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഓഫ് ഗവൺമെന്റ്. ദാറ്റ് ഈസ് പബ്ലിക് ഓണർഷിപ്പ്. പബ്ലിക് മീൻസ് സ്റ്റേറ്റ് ഓർ ഗവൺമെന്റ്. അതായത് ഉടമസ്ഥാവകാശം ഗവൺമെന്റിനാണെന്നർത്ഥം. എല്ലാ ഉൽപാദന സാധ്യതകളുടെയും ഉടമസ്ഥാവകാശം ഗവൺമെന്റിനാണ്. ഏത് ഗുഡ് എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം, വില എത്രയാണ്, എങ്ങനെ വിതരണം നടത്തണം, ഇതെല്ലാം തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതും ഗവൺമെന്റാണ്. അടുത്തതായി സോഷ്യലിസത്തിന്റെ മെക്കാനിസം എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ഫങ്ഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിന്റെ മെക്കാനിസമാണ് ഇക്കണോമിക് പ്ലാനിംഗ്. ദ സെൻട്രൽ അതോറിറ്റി മേ ട്രൈ ടു അലോക്കേറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ സൊസൈറ്റി ആസ് എ ഹോൾ ത്രൂ പ്ലാനിംഗ്. ലഭ്യമായ വിഭവങ്ങൾ എങ്ങനെ വിനിയോഗിക്കണം, വിതരണം നടത്തണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് ഇക്കണോമിക് പ്ലാനിങ്ങിലൂടെയാണ്. ഓർ decisions are taken by planning authority. Next, what is its motive? Centrally planned economy-യുടെ motive ആണ് welfare or do for the prosperity and well-being of the economy as a whole. അതായത് ജനങ്ങളുടെ ക്ഷേമം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും ആരോഗ്യ സുരക്ഷ, ഇതൊക്കെയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം. Its impact is economic equality or equal opportunity. The central authority may intervene and try to achieve an equitable distribution of the final mix of goods and services.
ഏതെങ്കിലും ജനവിഭാഗത്തിന് വിഭവങ്ങൾ ലഭ്യമല്ലാത്ത സാഹചര്യമുണ്ടായാൽ ഗവൺമെന്റ് ഇടപെട്ട് തുല്യമായ വിതരണം സാധ്യമാക്കാൻ ശ്രമിക്കുന്നു. ഉദാഹരണത്തിന് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉപയോഗിച്ച് ഫുഡ് ഐറ്റംസ് എത്തിച്ചു കൊടുക്കുന്നു, നീതി ഷോപ്പിലൂടെ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നു, അതുപോലെ ഗവൺമെന്റ് സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം, ഇതെല്ലാം തുല്യത കൈവരിക്കുന്നതിനുള്ള ഗവൺമെന്റിന്റെ ശ്രമത്തിന്റെ ഭാഗമാണ്. പൂർണ്ണമായും സോഷ്യലിസം നിലനിൽക്കുന്ന ഒരു രാജ്യവും നിലവിലില്ല. ദ ക്ലോസസ്റ്റ് എക്സാമ്പിൾ ഓഫ് സോഷ്യലിസം ഈസ് ചൈന. ചൈനയാണ് സോഷ്യലിസത്തോട് കൂടുതൽ ചായ്വ് കാണിക്കുന്ന ഒരു രാജ്യം. The second system is market economy or capitalism. In a market economy, all economic activities are organized through the market. The problems such as production, price determination and distribution, or what to produce, how to produce and whom to produce are solved by the market. Market എന്താണെന്നൊന്ന് പറഞ്ഞോട്ടെ. Market is a set of arrangements where economic agents can freely exchange their products with each other. ഇവിടെ രണ്ട് വാക്കുകൾ ഒന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ. ഒന്ന് ഇക്കണോമിക് ഏജൻസ്, പ്രൊഡക്ഷൻ, കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ പങ്കാളികളാകുന്നത് ആരോ, അല്ലെങ്കിൽ ഇക്കണോമിക് ആക്ടിവിറ്റിയിൽ പങ്കാളികളാകുന്നത് ആരോ, അവരാണ് ഇക്കണോമിക് ഏജൻസ്. In market economy, economic agents are buyers and sellers. അപ്പം ഇക്കണോമിക് ഏജൻസ് എന്നാൽ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. പിന്നെ രണ്ടാമത്തെ വാക്ക് ഫ്രീലി എന്ന വാക്ക്. ഫ്രീലി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നോ റെസ്ട്രിക്ഷൻസ് ഫ്രം ദ ഹയർ അതോറിറ്റി ഓർ ഗവൺമെന്റ്. ദാറ്റ് മീൻസ് ഇൻഡിവിജ്വൽസ് ക്യാൻ ഡിസൈഡ്. അതായത് വ്യക്തികൾക്ക് തീരുമാനിക്കാം എന്ത് വാങ്ങണം, വിൽക്കണം, എത്ര അളവിൽ വാങ്ങണം, വില എത്ര, ഇതെല്ലാം തീരുമാനിക്കുന്നത് ക്യാപിറ്റലിസത്തിൽ അല്ലെങ്കിൽ മാർക്കറ്റ് എക്കോണമിയിൽ വ്യക്തികളാണ്. സോ മാർക്കറ്റ് ഈസ് എ സെറ്റ് ഓഫ് അറേഞ്ച്മെന്റ്സ് വെയർ ഇക്കണോമിക് ഏജന്റ്സ് ക്യാൻ ഫ്രീലി എക്സ്ചേഞ്ച് ദെയർ പ്രോഡക്ട്സ് വിത്ത് ഈച്ച് അതർ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ബൈങ് ആൻഡ് സെല്ലിംഗ് നടത്താനുള്ള സ്ഥലം, അതാണ് മാർക്കറ്റ്. സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനുമുള്ള സംവിധാനം. ഒരു സൂപ്പർ മാർക്കറ്റ്, അവിടെ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് നേരിട്ട് ഇന്ററാക്ഷൻ നടത്തുന്നു. ഇവിടെ സാധനങ്ങൾ കൈമാറുന്നതിന് ഒരു ഫിസിക്കൽ ലൊക്കേഷൻ ഉണ്ട്. ഇതൊരു മാർക്കറ്റാണ്. എന്നാൽ ബൈങ് ആൻഡ് സെല്ലിംഗ് നടത്താൻ അല്ലെങ്കിൽ മാർക്കറ്റിന് പ്രവർത്തിക്കാൻ ഫിസിക്കൽ ലൊക്കേഷൻ നിർബന്ധമില്ല. ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ക്യാൻ ഇന്ററാക്ട് വിത്ത് ഈച്ച് അതർ ത്രൂ telephone or internet. Market means the forces of demand and supply. അതായത് ഡിമാൻഡും സപ്ലൈയും എക്സിസ്റ്റിംഗ് ആണോ അവിടെ മാർക്കറ്റ് പ്രവർത്തിക്കുന്നു. ഫിസിക്കൽ ലൊക്കേഷൻ നിർബന്ധമില്ല. ഉദാഹരണത്തിന് ഓൺലൈൻ മാർക്കറ്റ്. അടുത്തതായി നമുക്ക് മാർക്കറ്റ് എക്കോണമിയുടെ സവിശേഷതകൾ എന്തെല്ലാമെന്ന് നോക്കാം. സോഷ്യലിസത്തിൽ ഉടമസ്ഥാവകാശം ഗവൺമെന്റിനാണെന്ന് നമ്മൾ കണ്ടു. ക്യാപിറ്റലിസത്തിലോ? ഇവിടെ ഉടമസ്ഥാവകാശം പ്രൈവറ്റ് സെക്ടറിനാണ്, അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾക്കാണ്. ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആർ അണ്ടർ ദ കൺട്രോൾ ഓഫ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. ഹിയർ മേജർ ഇക്കണോമിക് ഡിസിഷൻസ് ലൈക്ക് വാട്ട്, ഹൗ ആൻഡ് whom are left in the hands of the market. That means no intervention of the government. Market economy, all means of production are under the control of private sector. Market economy, ഉടമസ്ഥാവകാശം പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനാണ്. എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നൊരു പ്രൊഡ്യൂസറും എത്ര യൂണിറ്റ് കൺസ്യൂം ചെയ്യണമെന്നൊരു കൺസ്യൂമറും തീരുമാനിക്കുന്നു. സെക്കൻഡ്ലി, ക്യാപിറ്റലിസത്തിൽ മെക്കാനിസം അല്ലെങ്കിൽ ഫങ്ഷനിങ് നടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പ്രൈസ് മെക്കാനിസത്തെ അടിസ്ഥാനമാക്കിയാണ് ക്യാപിറ്റലിസത്തിൽ അല്ലെങ്കിൽ മാർക്കറ്റ് ഇക്കോണമിയിൽ ഫങ്ഷനിങ് നടക്കുന്നത്. ദ ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓർ മാർക്കറ്റ് ഡിറ്റർമൈൻസ് ദ പ്രൈസ്. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്താൽ വില കൂടാം, അതുപോലെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്താൽ സപ്ലൈയും കൂടാം. സോ
the central problems regarding how much and what to produce are solved through price mechanism. മാർക്കറ്റ് സിസ്റ്റത്തെ കോർഡിനേറ്റ് ചെയ്യുന്ന ഘടകമാണ് പ്രൈസ്. നെക്സ്റ്റ്, ഇറ്റ്സ് മോട്ടീവ്. സോഷ്യലിസത്തിൽ ലക്ഷ്യം സോഷ്യൽ വെൽഫെയർ ആണെന്ന് നമ്മൾ കണ്ടു. എന്നാൽ ക്യാപിറ്റലിസത്തിൽ ലക്ഷ്യം പ്രോഫിറ്റ് മോട്ടീവാണ്. In a centrally planned economy, we learned that the government is providing goods and services like education, health, etc. for the well-being of the economy as a whole. But in market economy, the goods and services produced and distributed to get profit. ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മാർക്കറ്റ് ഇക്കോണമി ഉൽപാദനം നടത്തുന്നത്. Competition is existing there. Then its impact is individual freedom or consumer sovereignty. The market economy, which organizes the free interaction of individuals. Buying and selling in a complete freedom ഉണ്ടെന്നർത്ഥം. ഫ്രീഡം ഓഫ് ഓണർഷിപ്പ്, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, ഇതെല്ലാം പ്രൊഡ്യൂസേഴ്സിന് തീരുമാനിക്കാം. അതുപോലെ എന്ത് വാങ്ങണം, എത്ര യൂണിറ്റ് വാങ്ങണം, എന്തെല്ലാം വാങ്ങണം, ഇതെല്ലാം കൺസ്യൂമേഴ്സിനും തീരുമാനിക്കാം. ദാറ്റ് ഈസ് കൺസ്യൂമേഴ്സ് സോവർണിറ്റി. മുതലാളിത്ത വ്യവസ്ഥിതിക്ക് അല്ലെങ്കിൽ ക്യാപിറ്റലിസത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രാജ്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. തേർഡ് സിസ്റ്റം ഈസ് മിക്സ്ഡ് ഇക്കോണമി. ഇൻ റിയാലിറ്റി, all economies are mixed economies where some important decisions are taken by the government and the economic activities are by and large conducted through the market. Important decisions കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡിഫൻസ്, അഡ്മിനിസ്ട്രേഷൻ, ഇതൊക്കെ. Then its features. സോഷ്യലിസത്തിൽ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ ഓണർഷിപ്പ് ഗവൺമെന്റിനും ക്യാപിറ്റലിസത്തിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനുമാണെന്ന് നമ്മൾ കണ്ടു. But under mixed economy, all means of production are under the ownership and control of both private individuals and government. Under mixed economy, public and private sector work together. Mixed economy എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസും, അതായത് സ്കൂൾ, ഹോസ്പിറ്റൽസ്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, ഇതെല്ലാം രണ്ട് സെക്ടേഴ്സും, അതായത് ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. Then second is its mechanism. സോഷ്യലിസത്തിൽ പ്ലാനിങ്ങും ക്യാപിറ്റലിസത്തിൽ പ്രൈസ് മെക്കാനിസവുമാണ് ഫംഗ്ഷൻ ചെയ്യുന്നതിനുള്ള മെക്കാനിസം എന്ന് നമ്മൾ കണ്ടു. മിക്സ്ഡ് ഇക്കോണമിയിൽ മെക്കാനിസം ഈസ് ബോത്ത് പ്ലാനിങ് ആൻഡ് പ്രൈസ് മെക്കാനിസം. ഇൻ എ മിക്സ്ഡ് ഇക്കോണമി, all the central problems like what, how and whom are solved by both planning authority and price mechanism. പ്രോബ്ലം സോൾവിങ്ങിൽ ഗവൺമെന്റും മാർക്കറ്റും ഒരുപോലെ പങ്കുവഹിക്കുന്നു. നെക്സ്റ്റ്, ഇറ്റ്സ് മോട്ടീവ്. സോഷ്യലിസം ജനങ്ങളുടെ ക്ഷേമം ലക്ഷ്യം വയ്ക്കുന്നു, എന്നാൽ ക്യാപിറ്റലിസം ലാഭം നേടുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നു. ഇൻ മിക്സ്ഡ് ഇക്കോണമി, ദ മോട്ടീവ് ഈസ് ബോത്ത് വെൽഫെയർ ആൻഡ് പ്രോഫിറ്റ്. The private sector work with a profit motive, whereas the public sector aims at social welfare. ഗവൺമെന്റ് വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് ജനങ്ങളുടെ ക്ഷേമം ലക്ഷ്യം വെച്ചുകൊണ്ടാണെങ്കിൽ പ്രൈവറ്റ് സെക്ടർ ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. നെക്സ്റ്റ്, ഇറ്റ്സ് ഇമ്പാക്ട് ഈസ് ഇക്കണോമിക് ഇക്വാളിറ്റി ആൻഡ് ഇൻഡിവിജ്വൽ ഫ്രീഡം. സോഷ്യലിസം തുല്യത ഉറപ്പുവരുത്തുന്നു, ക്യാപിറ്റലിസത്തിൽ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. മിക്സ്ഡ് എക്കോണമിയിൽ ഇത് രണ്ടുമുണ്ട്. എക്സാമ്പിൾ, ഫുഡ് ഐറ്റംസ് ഓപ്പൺ മാർക്കറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ത്രൂ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഗവൺമെന്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും വിഭവങ്ങൾ ലഭ്യമാക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നു, എന്നാൽ വ്യക്തികൾക്ക് തീരുമാനിക്കാം എവിടെ നിന്ന് വാങ്ങണമെന്ന്. അതുപോലെ we know that government is providing educational facilities, health facilities, transportation facilities, etc. Private sector also providing these facilities. People can choose. Example, ഇന്ത്യ. ഇനി നമുക്ക് ഈ മൂന്ന് ഇക്കണോമിക് സിസ്റ്റംസും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സോഷ്യലിസത്തിൽ ഉടമസ്ഥാവകാശം ഗവൺമെന്റിനും ക്യാപിറ്റലിസത്തിൽ ഉടമസ്ഥാവകാശം പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനുമാണ്. മിക്സ്ഡ് എക്കോണമിയിൽ രണ്ട് സെക്ടേഴ്സിനും ഓണർഷിപ്പ് ഉണ്ട്. സോഷ്യലിസത്തിൽ സോൾവിംഗ് മെക്കാനിസം ഇക്കണോമിക് പ്ലാനിങ്ങും ക്യാപിറ്റലിസത്തിൽ പ്രൈസ് മെക്കാനിസവുമാണ്. മിക്സ്ഡ് ഇക്കോണമിയിൽ ഇക്കണോമിക് പ്ലാനിങ്ങും
പ്രൈസ് മെക്കാനിസവും സോൾവിംഗ് മെക്കാനിസമായി ഫംഗ്ഷൻ ചെയ്യുന്നു. സോഷ്യലിസം വെൽഫെയർ ലക്ഷ്യം വയ്ക്കുന്നുവെങ്കിൽ ക്യാപിറ്റലിസം പ്രോഫിറ്റ് ലക്ഷ്യം വയ്ക്കുന്നു. മിക്സ്ഡ് എക്കോണമി രണ്ടും ലക്ഷ്യം വയ്ക്കുന്നു. സോഷ്യലിസം തുല്യത ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നു. ക്യാപിറ്റലിസം ഉപഭോക്താവിന്റെ പരമാധികാരം ഉറപ്പുവരുത്തുന്നു. മിക്സ്ഡ് എക്കോണമിയിൽ തുല്യതയും വ്യക്തി സ്വാതന്ത്ര്യവും നിലനിൽക്കുന്നു. പലതരം സമ്പദ് വ്യവസ്ഥകൾ ഉള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കി. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് വിച്ച് ഓഫ് ദീസ് ഓൾട്ടർനേറ്റീവ് മെക്കാനിസംസ് ഈസ് മോർ ഡിസയറബിൾ ഫോർ ദി എക്കോണമി ആസ് എ ഹോൾ. ഏറ്റവും ഡിസയറബിൾ ആയ മെക്കാനിസം ഏതെന്ന് അനലൈസ് ചെയ്യണം. അതിനുള്ള മാർഗമാണ് ഇക്കണോമിക് അനാലിസിസ്. ഇക്കണോമിക് അനാലിസിസ് ഈസ് ഓഫ് ടു ടൈപ്സ്: പോസിറ്റീവ് ഇക്കണോമിക് അനാലിസിസ് ആൻഡ് നോർമറ്റീവ് ഇക്കണോമിക് അനാലിസിസ്. Positive economic analysis. In positive economic analysis, we study how the different mechanisms function. But in normative economic analysis, we try to understand whether these mechanisms are desirable or not. സാധാരണ എക്സാമിന് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇത് പോസിറ്റീവ് ആണോ നോർമറ്റീവ് ആണോ എന്ന് ചോദിക്കാറുണ്ട്. ഇത് കണ്ടുപിടിക്കാനുള്ള ചില മാർഗങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമതായി, a positive economics deals with what is. That means what is happening or what is the real situation in the economy. Second one is, it is a fact or a real situation. It is objective. For example, unemployment level is high in India. It is a fact. It is a real situation. So it is positive. Another thing is, results are analyzed without passing moral judgment. ഇവിടെ റിസൾട്ട് ഡിസയറബിൾ ഓർ നോട്ട് അല്ലെങ്കിൽ ഗുഡ് ഓർ ബാഡ് എന്ന് അനലൈസ് ചെയ്യുന്നില്ല. അതായത് ഒരു വാല്യൂ ജഡ്ജ്മെന്റ് നടക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ നടക്കുന്നില്ല. ഇൻ അവർ പ്രീവിയസ് എക്സാമ്പിൾ, അൺഎംപ്ലോയ്മെന്റ് ലെവൽ ഈസ് ഹൈ ഇൻ ഇന്ത്യ. ഇത് ഗുഡ് ഓർ ബാഡ് എന്ന് അനാലിസിസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു വാല്യൂ ജഡ്ജ്മെന്റ് നടക്കുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ഇല്ല. So it is positive. ഇനി ഒരു നോർമറ്റീവ് സ്റ്റേറ്റ്മെന്റ് കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എ നോർമറ്റീവ് എക്കണോമിക്സ് ഡീൽസ് വിത്ത് വാട്ട് ought to be. ought to be എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം ക്രിട്ടിക്കൽ അനാലിസിസ് ആണ്. അല്ലെങ്കിൽ വാട്ട് ഷുഡ് ഹാവ് ബീൻ ഓർ വാട്ട് ഷുഡ് ബി ഡൺ ഫോർ ദ ബെറ്റർ പെർഫോമൻസ് ഓഫ് ദി എക്കോണമി. ഇതെല്ലാം നോർമറ്റീവ് ആണ്. എക്സാമ്പിൾ, പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ ഇന്ത്യ അഫക്ട്സ് ഇക്കണോമിക് ഗ്രോത്ത്. ഇതൊരു ought to be ആണ്. അതായത് ഇവിടെ ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് നോർമറ്റീവ്. Another example, the unemployment rate should be lower. Should be, that is normative. Then next is, it focuses on opinions rather than actual facts. It is subjective in nature. Then results of an action are analyzed by examining whether they are desirable or not. Example, population growth in India affects economic growth. It explains whether what happens is good or bad. So it is normative. വാല്യൂ ജഡ്ജ്മെന്റ് ഇവിടെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ നടക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് നോർമറ്റീവ്. എന്നാൽ പോസിറ്റീവ് ഇക്കണോമിക് അനാലിസിസിൽ ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ അല്ലെങ്കിൽ വാല്യൂ ജഡ്ജ്മെന്റ് നടക്കുന്നില്ല. അതായത് ഗുഡ് ഓർ ബാഡ് എന്ന് അനലൈസ് ചെയ്യുന്നില്ല. സോ in positive economic analysis, we study how the different mechanisms function. But in normative economic analysis, we try to understand whether these mechanisms are desirable or not. Some examples. First one, unemployment level is high in India. It is a fact, a real situation. So it is positive. Then, people work hard if wages are high. It is also a fact, so it is positive. Then, disposable income has declined by 15% over the past 4 years. It is a real situation in the economy, so it is positive. Then, people are more worried about inflation than unemployment. People are worried, but ഗുഡ് ഓർ ബാഡ് എന്ന് അനലൈസ് ചെയ്യുന്നില്ല. സോ ഇറ്റ് ഈസ് പോസിറ്റീവ്. ദെൻ നെക്സ്റ്റ് വൺ, പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ ഇന്ത്യ അഫക്ട്സ് ഇക്കണോമിക് ഗ്രോത്ത്. ഇറ്റ് ഈസ് എ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ. സോ ഇറ്റ് ഈസ്
normative. Then the unemployment rate should be lower, should have been, ഇതെല്ലാം normative ആണ്. Government should provide basic health care to all citizens. Should provide, should is normative. Then unemployment is more harmful than inflation. That is a value judgment or analyzed good or bad. So it is normative. നമ്മൾ സെൻട്രൽ പ്രോബ്ലംസ് പഠിച്ചല്ലേ? ഈ പ്രോബ്ലംസ് ഇൻഡിവിജ്വൽ ആണോ അതോ ഇക്കോണമിയെ മുഴുവൻ ബാധിക്കുന്നതാണോ? ഇത് മനസ്സിലാകണമെങ്കിൽ നമുക്ക് രണ്ട് കൺസെപ്റ്റ്സ് മനസ്സിലാകണം: മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സ് ഇൻഡിവിജ്വൽ യൂണിറ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, supply of a firm, demand of a consumer. So, microeconomics is the study of individual units of the economy. ഗ്രീക്ക് വേർഡായ മൈക്രോസ് എന്ന പദത്തിൽ നിന്നാണ് മൈക്രോ എന്ന പദമുണ്ടായത്. മൈക്രോസ് എന്ന വാക്കിനർത്ഥം സ്മോൾ എന്നാണ്. മാക്രോ എക്കണോമിക്സ് സമ്പദ് വ്യവസ്ഥയെ മുഴുവനും പഠനവിധേയമാക്കുന്നു. ഇവിടെ അഗ്രഗേറ്റ് അല്ലെങ്കിൽ ടോട്ടൽ യൂണിറ്റ്സ് കൺസിഡർ ചെയ്യുന്നു. എക്സാമ്പിൾ, അഗ്രഗേറ്റ് സപ്ലൈ, aggregate demand, etc. So, macroeconomics is the study of the economy as a whole. The word macro comes from the Greek word makros. Makros എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് macro എന്ന പദമുണ്ടായത്, which means large. Then, what are the difference between microeconomics and macroeconomics? First one, unit of study. മൈക്രോ എക്കണോമിക്സിൽ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ കുറിച്ച് പഠിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഡിമാൻഡ് ഓഫ് എ കൺസ്യൂമർ, സപ്ലൈ ഓഫ് എ ഫേം, എക്സെട്ര. മാക്രോ എക്കണോമിക്സിൽ ആഗ്രിഗേറ്റ് ഇക്കണോമിക് യൂണിറ്റ്സിനെ കുറിച്ച് പഠിക്കുന്നു. എക്സാമ്പിൾ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ജനറൽ പ്രൈസ് ലെവൽ, എക്സെട്ര. ദെൻ ഇറ്റ്സ് മെത്തഡോളജി. മെത്തേഡ് ഓഫ് മൈക്രോ എക്കണോമിക്സ് ഈസ് പാർഷ്യൽ ഇക്വിലിബ്രിയം, which takes into consideration only a part of the economy. Then, methodology of macroeconomics is general equilibrium. It analyzes the economy as a whole. Then, its theory. Theory of microeconomics is price theory. For example, theories of demand, production, cost, etc. The theory of macroeconomics is income theory. Example, monetary theory, theory of growth, etc. Then its scope. Microeconomics il vyapti small um, macroeconomics il vyapti large mana. Then its objective. Objective of microeconomics is to analyze the behavior of individual economic units. But in macroeconomics, it analyzes the behavior of the economy as a whole. Example of microeconomics: individual demand, income, etc. Example of macroeconomics: aggregate demand, national income, etc. എക്സാമിന് വരുന്ന ചില ചോദ്യങ്ങൾ നോക്കിയാലോ? തീർച്ചയായും ഇവ ചെയ്യണം.